ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നല്ലൊരു സ്നാക്ക് റെസിപ്പിയാണ്. ചിക്കനും ബീഫും ഒന്നും ചേർക്കാതെ തന്നെ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്ക്. അപ്പോൾ ഈ ഒരു സ്നാക്ക് നമുക്ക് ഇഫ്താറിൻ്റെ സമയത്തോ അല്ലെങ്കിൽ 4 മണി ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ളൊരു ഐറ്റമാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണിത് തയ്യാറാക്കാമെന്ന് കണ്ടു നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ഇതിലേക്ക് വേണ്ടത് മുട്ട പുഴുങ്ങിയതാണ്. ഞാനിവിടെ ഒരു 2 മുട്ട പുഴുങ്ങിയിട്ട് ഇതുപോലെ നീളത്തിൽ മുറിച്ച് വെച്ചിട്ടുണ്ട്. ഒരു മുട്ട ഒരു 4 പീസായിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇതൊരു സൈഡിലേക്ക് അങ്ങ് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇതുപോലെ ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് 1 കപ്പ് കാബേജ് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. കാബേജ് ഇതുപോലെ നീളത്തിൽ കനം കുറച്ചിട്ട് വേണം അരിഞ്ഞെടുക്കാൻ. ഇനി നമുക്കിതിലേക്ക് 1/2 കപ്പ് സവാള അരിഞ്ഞതിട്ട് കൊടുക്കാം. ഇതുപോലെ നീളത്തിൽ അരിഞ്ഞെടുത്തതാണ്. ഒരു സവാളയാണ് കേട്ടോ അരിഞ്ഞെടുത്തിട്ടുള്ളത്. പിന്നെ ഒരു പച്ചമുളക് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞതും, അതുപോലെ അല്പം മല്ലിയില അരിഞ്ഞതും, കുറച്ച് കറിവേപ്പില അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരു 1-1.5 ടീസ്പൂണൊക്കെ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അധികം എരിവുണ്ടാവില്ല. അപ്പോൾ എരിവുള്ള പൊടിയാണെങ്കിൽ അതിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും പിന്നെ 1 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ മൈദയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ മൈദ ഒരുപാട് ചേർത്ത് കൊടുക്കേണ്ട. പൊടികൾ ഒരുപാട് ആയിക്കഴിഞ്ഞാൽ ഇത് അത്രയ്ക്ക് അങ്ങ് ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ കുറച്ച് പൊടി ചേർത്ത് കൊടുത്തിട്ട് പിന്നെ ഇതിലേക്ക് അല്പം വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഒരു മാവാക്കി എടുക്കുക. നമുക്കിതൊന്ന് ഷേപ്പാക്കി എടുക്കാൻ വേണ്ട, പൊടി മാത്രം ഇതിൽ ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ വെള്ളം കൂടി പോവരുത്. വെള്ളം കൂടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വീണ്ടും എക്സ്ട്രാ പൊടി ചേർത്ത് കൊടുക്കേണ്ടി വരും. ഇതുപോലെ നന്നായിട്ട് കുഴച്ചെടുക്കുമ്പോൾ തന്നെ ഉള്ളിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങി വരും. അപ്പോൾ ഒരുപാട് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നല്ല ടൈറ്റായിട്ട് തന്നെ കുഴച്ചെടുക്കുക. ഇപ്പോൾ ഞാനിതിവിടെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലൊരു മാവായി കിട്ടണം നമുക്ക്. ഒരുപാട് ലൂസ് ആവരുത് കേട്ടോ. നല്ല ടൈറ്റായിട്ടുള്ളൊരു മാവാക്കി എടുക്കുക. ഇനി കയ്യിൽ അല്പം ഓയിലൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിൽ നിന്ന് കുറേശ്ശെ മാവ് എടുത്തിട്ട് കയ്യിൽ വെച്ചൊന്ന് പരത്തിയെടുക്കാം. ഇതുപോലെ കനം കുറച്ചിട്ട് പരത്തിയെടുക്കുക. എന്നിട്ട് നമുക്കിതിൻ്റെ ഉള്ളിൽ നമ്മൾ മുറിച്ച് വെച്ചിട്ടുള്ള ആ ഒരു മുട്ടയുടെ പീസ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കവർ ചെയ്ത് കൊടുത്തിട്ട് നല്ലൊരു ഷേപ്പാക്കി എടുക്കുക. പിന്നെ നമുക്കിതൊരു മുട്ടയുടെ ഷേപ്പ് തന്നെ ആക്കിയെടുക്കാം ഇതുപോലെ. ഇനി നമുക്കിത് ഇതുപോലെ ഷേപ്പാക്കി എടുത്തിട്ട് പെട്ടെന്ന് തന്നെ എണ്ണയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ എണ്ണ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി ഒരുപാട് സമയം വെച്ചാലും ഇതിൽ നിന്ന് വെള്ളം ഇറങ്ങിയിട്ട് ഇത് ലൂസായിട്ട് വരും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് പൊരിച്ചെടുക്കാം. ഇപ്പോൾ ഓയിൽ ഇവിടെ ഒരു മീഡിയം ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഇട്ടിട്ട് ഒരു ലോ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. എന്നാലേ ആ ക്യാബേജൊക്കെ ഒന്ന് നന്നായിട്ട് വെന്ത് വരുള്ളൂ. ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. എല്ലാ സൈഡും ഒരുപോലെ ഒരു കളറായിട്ട് വരണം. എന്നിട്ട് ഇതുപോലെ നല്ലൊരു കളറായിട്ട് വരുമ്പോൾ, നല്ല മൊരിഞ്ഞ് വരുമ്പോൾ നമുക്ക് കോരിയെടുക്കാം. ഇപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പൊടി ചേർത്ത് കൊടുക്കുമ്പോഴും വെള്ളം ചേർത്ത് കൊടുക്കുമ്പോഴുമാണ് കേട്ടോ. അത് രണ്ടും കൂടി പോകരുത്. അപ്പോൾ നമുക്ക് ഇത് അത്ര ക്രിസ്പിനെസ്സിൽ കിട്ടൂല. ചൂടാറി കഴിഞ്ഞാൽ പിന്നെ ഒരു കുഴഞ്ഞ പോലെയാണ് ഉണ്ടാവുക, പൊടിയൊക്കെ കൂടിക്കഴിഞ്ഞാൽ. അപ്പോൾ വളരെ കുറഞ്ഞ പൊടിയിൽ ഒരു മാവാക്കി എടുക്കാൻ നോക്കുക. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുള്ള സ്നാക്ക് നമുക്ക് കിട്ടും. ഇനി ഇത് നല്ല ചൂടോട് കൂടി തന്നെ നല്ല ടൊമാറ്റോ കെച്ചപ്പിൻ്റെ കൂടെയൊക്കെ സെർവ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. പിന്നെ എൻ്റെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്